ഹലോ, യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കൂന്തൽ നിറച്ചതാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കണവയെന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ കൂന്തൽ നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 കൂന്തലാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയും അതിൻ്റെ ചിറക് ഭാഗം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കണക്കിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ചവ മാറുന്നത് വരെ നമുക്കതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള സവാളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. ഞാനൊരു 2 സവാള മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് അതും കൂടെ ചേർത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ബ്രൗൺ നിറമൊന്നും ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സവാള ഒന്ന് വഴന്ന് കിട്ടണം. ആ ഒരു പരുവം മാത്രമായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇതിലേക്കുള്ള കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് പെരുംജീരകപ്പൊടിയാണ്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂന്തലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഞാനൊരു 6 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ ചെയ്ത് വെച്ച് കൊടുക്കാം. വയ്ക്കുമ്പോൾ പുറത്തൊന്നും പോകാതെ സൂക്ഷിച്ച് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ മസാലയൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ കയ്യിൽ ടൂപ്പിക്കോ ഉണ്ടെങ്കിൽ അതോ ഒരു ഈക്കിളിൻ്റെ ചെറിയ പീസോ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പൊട്ടിപ്പോവാണ്ട് ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈക്കിലെടുത്തിട്ട് ഇതുപോലെ തന്നെ അതിലേക്ക് പ്രസ് ചെയ്തൊന്ന് വെക്കണം. ഇതിങ്ങനെ കുത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള കായപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ വറുത്ത അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആ ഒരു കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് തൊട്ട് തടവി ഇതിലേക്കൊന്ന് മസാല പിടിക്കത്തക്ക ആ ഒരു പരുവത്തിന് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളെ മസാലയ്ക്ക് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ദാ ഇതുപോലൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുക്കാൻ ആവശ്യമായ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോ പീസുകളായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം ദാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കാരണം തുറന്ന് വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും അടച്ച് വെച്ച് മാത്രം ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.